ഉണ്ണിയേട്ട ഒരു കാര്യം ചെയ്യും, അമ്മേലടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഈ പരിപാടിയിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ പറ. അല്ല അത് വേണോ? വേണം. അതെ, ഈ തമാശ എന്ന് പറഞ്ഞാലേ മറ്റുള്ള പരിപാടികളെ കണക്കല്ല. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയി കഴിഞ്ഞാൽ കൊച്ചമ്മ എന്തെങ്കിലും കടും കഴിച്ചേ. അമ്മ ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. എന്റെ കൊച്ചമ്മ എനിക്കറിയാം. അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. സംസാരിക്കണം, സംസാരിക്ക്. ചെന്ന് കുളവാക്ക്. അല്ല നന്നാക്ക്. പോണം പോണം. എന്താവോ എന്തോ. അല്ല, അപ്പൊ ഞാൻ നേരിട്ട് സാറിനെ ക്ഷണിക്കുക, എന്റെ പരിപാടിക്ക് വരണം, വിലയിരുത്തണം. കേട്ടോ സാറേ? അങ്ങനാട്ടെ. താങ്ക് യു സാർ. അയ്യോ, ആരാ വിളിച്ചതെന്നറിയാവോ? ആ, ഡോക്ടർ തോമസ് മാത്യു. അതാരാന്ന് മനസ്സിലായോ? നർമ്മ കൈരളിയുടെ പ്രധാന നടത്തിപ്പുകാരനാണ് അദ്ദേഹം. ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ ഈ പരിപാടി പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു. എന്നോട് പറയവാ, ഇനിയത്തെ എല്ലാ ചിരിയാരെങ്കിലും മേളം പങ്കെടുക്കണം, ഞാൻ പങ്കെടുപ്പിച്ചിരിക്കും എന്ന്. എന്താണോ താൻ കരയുന്നോ? താനെന്താ വരുമാനം നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നത്? മാഡം, ഇത് ഈ പുലിവാലി പിടിച്ച പോലത്തെ അവസ്ഥയിലായിപ്പോയി ഞാനിപ്പോ. അത് പറഞ്ഞപ്പോഴാ വേറെ ഒരു തമാശ ഓർമ്മ വന്നു, ഒരു പുലി തമാശ. യോ എന്റെ എനിക്ക് തന്നെ തിരി വരിക. യോ കേട്ടിട്ട് ഒരു തമാശ കേട്ടോ. ദൈവമേ, പറയാം. പൊന്നു മാഡം, ഞാൻ പറയാനുള്ളൂ ഒന്ന് കേക്കണം. എന്നാ താൻ പറ, കേക്കാം. അതെ 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 എന്തുവാടോ അതെ 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 എന്ന് പറഞ്ഞു? വണ്ടി പോട്ടെ, എന്തുവാ കാര്യം? എന്തുവാ? അല്ല, അത് മാഡം ഈ ചിരിയരങ്ങിലൊക്കെ പങ്കെടുക്കുന്നതേ ഈ വീട്ടിലെ പലർക്കും ഇഷ്ടമല്ല. വീട്ടിലെ പലർക്കും ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടം. ഓഹോ, ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇഷ്ടമല്ല. ഓ അത് ശരി. എന്താടാ അമ്മ ഈ ചിരിയരങ്ങിൽ പങ്കെടുക്കാൻ പോണ്ട. എന്തോന്ന്? അല്ല, അമ്മ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോണ്ടെന്ന്. പോണ്ടെന്ന്? ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണ്ടെന്ന്? അതെ. അങ്ങനെ അല്ലല്ലോ നീ ഇന്നലെ പറഞ്ഞത്. അല്ല, അമ്മ ഈ സ്റ്റേജിൽ കയറിയെന്ന് തമാശ പറയണെന്ന് ശരിയാവൂല അമ്മ. ശരിയാവില്ലെന്നോ? അതുകൊണ്ട് ഞാൻ പോകണ്ടെന്നോ? ഞാൻ ഈ പരിപാടിക്ക് പോകണ്ടെന്നോ? വിടമാട്ടെ, നീ എന്നെ പരിപാടിക്ക് വിടമാട്ടെ. കൊച്ചമ്മ, എവര് പറയുന്ന കൂടെ കേക്കണം കൊച്ചമ്മ. അത് ശരി. അയ്യടാ, എന്താ പോയാല്? ഒന്നുമില്ല. അതല്ല അമ്മ, ഈ പാട്ട് പാടുന്നത് പോലെയും പ്രസംഗിക്കുന്നത് പോലെയും ഒന്നും അല്ല ഈ സ്റ്റാൻഡപ്പ് കോമഡി പറയണത്. ഒന്ന് കയ്യിൽ നിന്ന് പതറിപ്പോയാലേ പിന്നെ ട്രോളോട് ട്രോളായിരിക്കും സോഷ്യൽ മീഡിയയിൽ. നാണക്കേടും ട്രോളും ഒക്കെ. ഞാന് ഇന്നേക്ക് എന്നാ കിളമ? ശനിക്കിളമ. ശനിക്കിളമ. അടുത്ത വെള്ളിയാഴ്ചയാണ് എന്റെ പരിപാടി. അടുത്ത വെള്ളിയാഴ്ച ചിരിയിറങ്ങി ചെന്ന് അവിടെ വരുന്ന സകലമായ ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യിലെടുത്തില്ലെങ്കിൽ എന്റെ പേര് സുഹാസിനി ചന്ദ്രഹാസൻ തന്നെ. വരുന്നു. എന്തായി? ആരും ചിരിച്ചില്ലേ? അച്ഛമ്മ കോമഡി പറഞ്ഞ് തകർത്തു. ആളുകളൊക്കെ എന്തൊരു ചിരിയായിരുന്നു. എന്റെ പൊന്നു മോള് പറഞ്ഞു കൊടുക്കണോ? അതായത് മൊത്തത്തിൽ ഒരു 1.5 ലക്ഷം 2.5 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാരും മാഡത്തിന്റെ കോമഡി കേട്ട് ചിരിച്ച് കസേരന്ന് നിലത്ത് വീണ് അവിടെ കിടന്ന് ഊരുണ്ട് മണ്ണ് കപ്പിച്ച്. ചുമ്മാ സത്യം, ചുമ്മാ ഗുമ്മ. അയ്യടാ, ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടു മുത്തു. അല്ല, മന്ത്രി പറഞ്ഞ എന്താണെന്ന് പറഞ്ഞോട് കൊച്ചമ്മ. എന്നാ കേട്ടോ, ഒരു നല്ല തമാശ പടം കണ്ട് കുലുങ്ങി ചിരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു എന്റെ പൊന്നു മാഡം. മാഡത്തിന്റെ പ്രസംഗത്തിന് പറഞ്ഞതാര്? മന്ത്രി. സദസ് ഇളകി മറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സദസ്സിളക്കം ഞാൻ കണ്ടിട്ടില്ല ദൈവമേ. ഡോക്ടർ തോമസ് മാത്യു സാറും കൃഷ്ണ പൂജപ്പുരയും കൂടെ ഇങ്ങോട്ട് വന്ന് എന്റെ കയ്യിലോട്ട് അങ്ങോട്ട് പിടിച്ചേച്ച്, എന്റെ മാഡം ഹാസ്യ സാമ്രാട്ടാണ് മാഡം. സത്യം. അമ്മ, എന്നോട് ക്ഷമിക്കാം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വിജയാവുന്നുള്ളത്.
വിചാരിച്ചില്ല. ചുമ്മാ വല്ലതും കയറി വിചാരിക്കും. ഓരോരുത്തരുടെ അളവും കഴിവും ഒക്കെ ഉണ്ടല്ലോ, നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. കേട്ടോ എടാ, എനിക്കൊരു ക്ഷീണം ദൃഷ്ടിദോഷം. ഞാൻ വിളിച്ചിടാം. സത്യം അത് തന്നെ ആയിരിക്കും. എന്താ കാര്യം എന്താ? അതെ, അവിടെ പറഞ്ഞതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെ. അത് പിന്നെ 2.5 ലക്ഷം ആള് കൂടി എന്ന് പറഞ്ഞത് അത് ശരിയല്ല. ഓഹോ, അപ്പൊ തള്ളിയതാണല്ലേ? അല്ല, ഒരു 25,000 2,500 ഇനിയും ചോദിച്ചാൽ ഇനിയും കുറയും. ഇനിയും കുറയത്തില്ല. 2,500 പേരുണ്ടായിരുന്നു. ആളൊന്നൊക്കെ 500 രൂപയും ചിക്കൻ ബിരിയാണിയും കൊടുത്തേ മേഡം ഒരു 500 പേരെ ചിരിക്കാനും ഇതുപോലെ കൈയടിക്കാനുമായിട്ട് അറേഞ്ച് ചെയ്തായിരുന്നു. അത് ആസ്ഥാനത്ത് ചിരി വന്നപ്പോഴേ ഞാനത് ചെന്ന് അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ കാശ് കൊടുത്തു കൊണ്ടുവന്നാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.